തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടി. തകർന്ന റോഡ് നന്നാക്കിയിട്ട് വരൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, അങ്ങനെ വീണ്ടും അല്ലേ പാലിയേക്കരയിൽ ആശ്വാസം തന്നെയാണ്, ടോൾ അങ്ങനെ ഉടനെ വേണ്ട, റോഡൊക്കെ നന്നാക്കിയിട്ട് വാ എന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ദിവിഷെ, ഇന്ന് യഥാർത്ഥത്തിൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കാനിരിക്കുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ആ ഉത്തരവും തയ്യാറാക്കിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് കോടതി മുറിയിലേക്ക് എത്തിയത്. അപ്പോഴാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. മുരിങ്ങൂരിൽ ഇന്നലെ സർവീസ് റോഡ് തകർന്നു എന്നതായിരുന്നു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. അത് സംബന്ധിച്ച പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകിയ വിശദീകരണം അടക്കമാണ് ജില്ലാ കളക്ടർ കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഈ റോഡ് തകർന്നത് കൊണ്ട് അവിടുത്തെ ഗതാഗത പ്രശ്നമുണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടുകൂടി തന്നെ ഇന്ന് പറയാനിരുന്ന ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ ഉത്തരവിന് വേണ്ടി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും വലിയ സമ്മർദ്ദങ്ങൾ ഇന്ന് കോടതിക്ക് മുന്നിൽ ചെലുത്തിയെങ്കിലും കോടതി അതിൽ ചെവിക്കൊണ്ടതേയില്ല. അതായത്, നിങ്ങൾ ആദ്യം ഈ തകർന്ന സർവീസ് റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ടിനി ബാക്കി കാര്യം ആലോചിക്കാം. ഞങ്ങൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഉത്തരവ് പറയാനാണ് വന്നത്. പക്ഷേ അപ്പോഴാണ് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നന്നാക്കിയ സർവീസ് റോഡ് ഇന്നലെ തകർന്നതായി റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ റോഡ് നന്നാക്കാതെ ഇനി ഈ ഉത്തരവ് പറയാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു. ബുധനാഴ്ചത്തേക്ക് ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ ആ പ്രവർത്തികൾ പൂർത്തിയാക്കൂ എന്നതാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോടും കരാർ കമ്പനിയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ഹൈക്കോടതിയിൽ ഇന്ന് നൽകിയ വിശദീകരണം എന്നത് അവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടാൻ വേണ്ടി ആഴത്തിൽ കുഴി കുഴിച്ചു, അങ്ങനെയാണ് ആ സർവീസ് റോഡ് തകർന്നത് എന്ന മറുപടിയാണ് അവർക്ക് നൽകാൻ കഴിഞ്ഞത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഈ ടോൾ പിരിവ് തടയരുത് എന്നൊരു അഭ്യർത്ഥനയും അവർ കോടതിയിൽ നടത്തി. പക്ഷേ കോടതി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലുത് എന്ന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയെയും ഹൈക്കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത്, മുരിങ്ങൂരിലെ സർവീസ് റോഡ് നന്നാക്കാതെ ഇനി ആ ടോൾ പിരിവ് അനുവദിക്കില്ല എന്നൊരു കർക്കശ സ്വരത്തിലുള്ള നിലപാട് ഹൈക്കോടതി ഇന്ന് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവർക്ക് റോഡ് നന്നാക്കി ജില്ലാ കളക്ടറെ അത് ബോധ്യപ്പെടുത്തി ജില്ലാ കളക്ടർ അത് കോടതിയിൽ വന്ന് അറിയിച്ചാൽ മാത്രമായിരിക്കും പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുവദിക്കുക. അപ്പോഴും ഹൈക്കോടതി വ്യവസ്ഥകളോടുകൂടി മാത്രമേ ഇനി അവിടെ ടോൾ പിരിവ് അനുവദിക്കൂ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, ഗതാഗത കുരുക്കോ റോഡ് തകരുകയോ ചെയ്താൽ ഇനിയും ഇതുപോലെ ടോൾ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്.